പണി കിട്ടിയിട്ടുള്ളത് എന്റെ ക്രിപ്റ്റോ സ്കാമായി. ക്രിപ്റ്റോയില് ഞാൻ എന്റെ മൊത്തം സേവിങ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോട്ടില്ല. അത് നല്ലൊരു പണി കിട്ടി. സ്കാം ആയിരുന്നു. ഓ, നിങ്ങൾ വലിയ ഭാഗ്യവാനാണല്ലോ എന്റെ ഈശ്വര. പണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാ. ഈ ഒരു ഒറ്റ ജോലി കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ആളാ ആ പോയത്. ആരിലോ കണ്ണുകടി ഉണ്ടായിരുന്നു തോന്നറ. എനക്ക് വന്ന് കണ്ണുകടിയാണിത്. കണ്ണുകടിയോ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല. എനക്കറിയാം, എനക്ക് മാത്രം എങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ബാലേന്ദ്രനെ ഒതുക്കാമെന്നാ പറഞ്ഞപ്പോ അത്രത്തോളം കടന്നു കൈയായിരിക്കും നീ കരുതിയില്ല. വേറെ ആർക്കും കാണുന്നില്ലല്ലോ. ഒന്ന് കഴിഞ്ഞ് അടുത്ത കേസ് അടുത്ത കഴിഞ്ഞ് ഇനി അടുത്ത ഇത് കഴിഞ്ഞ് ഇനി അടുത്തോം പേരായിരിക്കും. ഇടി കിട്ടിയതും മോഷണ കേസിൽ പ്രതിയായതും മിച്ചം. കോയിനെ വെയിലത്ത് അയച്ചിട്ട പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എനിക്ക് പോയിന്റെ പകുതിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി. എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ഒരു മര്യാദ വേണ്ടേ? സ്ക്രിപ്റ്റ് ചെയ്യാണം മൂന്ന്. എന്റെ ഉമ്മ സത്യം ഞാൻ പറയാല. കയ്യില് 10 പൈസ ഇല്ല. എന്തത് 10 അമ്മേന്റെയും ഈ തേങ്ങാപ്പൂരി എനിക്ക് എന്തിന്റെ കോപ്പ്? എന്റെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റും അത്രയും. ഓക്കെ, എന്നാലും എന്റെ ഒരു എഫേർട്ട് ഇല്ലാടാ അതില്. ഇങ്ങനെ നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തുകൂടെ? ഞാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഈ റിസ്ക് എടുക്കുന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു. ഞാൻ ഈ കുറെ ഗാമ്പിളെല്ലാം ചെയ്ത് നടന്നുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ മണ്ടത്തരം എനിക്ക് പറ്റുന്നു. തിരുവേനി ആളൊരു മണ്ടനാണല്ലോ. ഇത് വലിയ അത്യാഗ്രഹം മൂത്തിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ചേന്ന്. മരമണ്ടത്തരം ഞാൻ കാണിച്ചേന്ന്. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? നിങ്ങളോട് എല്ലാരോടും ഞാൻ പറയുന്നത്, മൊത്തം പഠിക്കുക, നല്ലോണം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇറങ്ങിക്കോട്ടെ. എന്റെ മോനെ, എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാമെങ്കിൽ വെറുതെ ഇരുന്ന് എങ്ങനെ കോടീശ്വരനാകാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡിപ്രഷൻ പറയാൻ വന്നതല്ല, സെന്റിമെന്റ്സ് പിടിക്കാനോ സെന്റിമെന്റ്സ് കുമ്പാൻ വന്നതല്ല ഇവിടെ. മനസ്സിലായി? ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളെ. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ഭയങ്കരം തന്നെ. ഞാൻ വീണ് പോകാൻ കാത്തിക്കുന്ന ആൾക്കാരാണ്. ഇത് കേൾക്കുമ്പോ ഇവർക്ക് ആഘോഷിക്കാനുള്ള വകയാണ് ഇതെന്ന് എനിക്കറിയാം. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. ഇതെന്റെ രോമത്തിൽ പോലും അല്ല. ഓക്കെ, ഇതെനിക്ക് നഷ്ടം തന്നെ. പക്ഷെ ഇതും കൊണ്ട് അവിടെ സൈഡായിട്ട് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. നിങ്ങളെപ്പോലുള്ള പിള്ളേര് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയി പെരുമാറണമെന്ന ഇച്ഛായന്റെ അഭിപ്രായം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. ഫ്ലാഷ് ബാക്ക്. ഞാൻ മൊത്തം ഒരു വലിയ റിസ്ക് എടുത്തിട്ട് ഞാൻ കോയിലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ട്രേഡിംഗിൽ ഇതിലേക്കെല്ലാം ഇറങ്ങണമെന്നുണ്ട്. ഇപ്പൊ അല്ല, കുറച്ച് സമയം കഴിഞ്ഞാ. ഇതൊക്കെ എന്ത്? ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു. 2-3 മാസം കൊണ്ട് ഞാൻ മൾട്ടി മില്യണറാകാൻ പോയോ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? നല്ലൊട്ടിന്റെ പണി കിട്ടിയിട്ടുള്ളത് എന്റെ ക്രിപ്റ്റോ സ്കാമായി. ഇതാ വടി കൊടുത്ത് അടിമേടിക്കാന്ന് പറയണേ. ഇതാ ഇപ്പൊ ഉണ്ടായേ.